സൈബർ അധിക്ഷേപ കേസിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരത്തിലാണ്. ജാമ്യം തേടി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചേക്കാനും സാധ്യതയുണ്ട്. 14 ദിവസത്തേക്കാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡിന് ഉത്തരവിട്ടത്. ഭക്ഷണം വേണ്ടെന്ന് രാഹുൽ ഈശ്വർ ജയിൽ അധികൃതരെ അറിയിച്ചു. ഇന്നലെ വെള്ളം മാത്രമായിരുന്നു രാഹുൽ ഈശ്വർ കുടിച്ചത്. ഇന്നലെ റിമാൻഡ് ഉത്തരവ് വന്നപ്പോൾ തന്നെ ഇത് കള്ളക്കേസാണെന്നും ജയിലിൽ നിരാഹാരമിരിക്കുമെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയിരുന്നു. കേസിലെ അതിജീവിതയെ അപമാനിച്ച 2 പേർക്കെതിരെ കൂടി കേസെടുത്തിട്ടുണ്ട്. എറണാകുളം സൈബർ പോലീസാണ് 2 പേർക്കെതിരെ കേസെടുത്തത്. റസാഖ് പി എ, രാജു വിദ്യകുമാർ എന്നിവർക്കെതിരെയാണ് IT ആക്ട് പ്രകാരം കേസെടുത്തത്. സമൂഹ മാധ്യമത്തിലൂടെ അതിജീവിതയുടെ ചിത്രങ്ങൾ പരസ്യപ്പെടുത്തിയതിനാണ് കേസെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുന്ന അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ചിരുന്നു. പിന്നാലെ വഞ്ചിയൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുലിനെ ജയിലിലേക്ക് അയച്ചത്. രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു. തുടർന്ന് രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. കുറ്റം നിസാരമായി കാണാനാകില്ലെന്നും ലൈംഗിക ചുവയോടെ അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കുറ്റത്തിൽ കഴമ്പുണ്ടെന്നും കോടതി വിലയിരുത്തി. അതേസമയം ലൈംഗികാതിക്രമം, ഭ്രൂണഹത്യ കേസുകളിൽ പ്രതിയായി ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനായി പ്രത്യേക അന്വേഷണ സംഘം തിരച്ചിൽ തുടരുകയാണ്. രാഹുൽ സംസ്ഥാനം കടന്നോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും ജില്ലാ തലങ്ങളിൽ അന്വേഷിക്കാനുമാണ് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നിർദ്ദേശം. രാഹുലിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒളിവിൽ പോകാൻ സഹായിച്ചവരെയും കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ബുധനാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുക.